ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം കുറച്ച് പച്ചപ്പും ഹരിതാഭയും ആസ്വദിക്കുക എന്നതാണ്. ഇന്നത്തേത് കുറച്ച് പ്രകൃതി മനോഹാരിത നിറഞ്ഞ ഒരു യാത്രയാണ്. ഞങ്ങൾ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തന്നെയുള്ള ഒരു ലക്ഷ്യം വാസുവേട്ടന്റെ കടയിൽ നിന്നുള്ള ഒരു ലഞ്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. വാസുവേട്ടന്റെ കടയിൽ ഇതിനു മുമ്പും 1-2 തവണ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. വഴിയോരത്തൊക്കെ റംബൂട്ടാന്റെ സ്റ്റോളുകൾ കാണാമായിരുന്നു. ഇതൊരു സീസണൽ ഫ്രൂട്ടാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിന്റെ ഹില്ലി ഏരിയാസിൽ ഇത് വളരെയധികം കൂടുതലായിട്ട് ഇപ്പോൾ കാണാം. എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ്. ഈ റംബൂട്ടാനൊക്കെ കഴിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്ര ഒന്ന് നിർത്തിയത് സിൽവർ സ്റ്റോമിന് ഓപ്പോസിറ്റുള്ള ഒരു ചെറിയ ബ്രിഡ്ജിന്റെ സ്ഥലത്തായിരുന്നു. ഇവിടം ഒരു അണ്ടർ റേറ്റഡ് സ്പോട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. വലിയ ക്രൗഡൊന്നുമില്ല. ജസ്റ്റ് വാട്ടറിന്റെ ഒരു സൗണ്ട് ഉണ്ട്, ഒരു തണുത്ത കാറ്റുണ്ട്, ഒരു പീസ്ഫുൾ വൈബ്. ഇനി നമ്മൾ പോകുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഏറ്റവും സീനിക് ആയിട്ടുള്ള ഒരു റൂട്ടിലേക്കാണ്. തൃശ്ശൂരിൽ നിന്ന് അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ വഴി പൊള്ളാച്ചി വരെ. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളിയിലെത്തി. കേരളയുടെ നയാഗ്ര ഫോൾസ് എന്നാണ് ഈ വാട്ടർഫോൾസിനെ വിളിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് പല സിനിമകളിലുള്ള രംഗങ്ങളാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. ഏകദേശം 80 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി റിവർ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ വ്യൂ തന്നെയാണിത്. ഗുരു, പ്രണയവർണ്ണങ്ങൾ, പുലിമുരുകൻ, രാവണൻ, അങ്ങനെ എത്രയെത്ര സിനിമകളാണ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഓർമ്മ വരുന്നത്. എന്നിരുന്നാലും ബാഹുബലിക്ക് ശേഷമാണ് ഈ ഇടത്തിന് ലോകശ്രദ്ധ കിട്ടിയതെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ ഈ കുട്ടിക്കുരങ്ങന്മാരുടെ കാഴ്ച എല്ലാവരെയും രസിപ്പിക്കും. ഇവിടുത്തെ മങ്കീസ് എല്ലാം വളരെ ആക്റ്റീവാണ്. ചിലർ ഫുഡ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫുഡിൽ ഈ വൈൽഡ് ലൈഫ് കൂടുതൽ ഡിപ്പെൻഡ് ആകുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ഈ അതിരപ്പള്ളി കഴിയുന്നതോടുകൂടി ജേർണി കംപ്ലീറ്റ് ഫോറസ്റ്റ് ഡ്രൈവ് ആയി മാറും. വെസ്റ്റേൺ ഗട്ട്സ്, ലോകത്തിലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, റെയർ ബേർഡ്സ്, എലിഫന്റ്സ്, ഡിയർ, ഹിഡൻ എക്കോസിസ്റ്റം തന്നെയാണ് ഇവിടെ. ഇവിടെ സൈലൻസ് പോലും ഒരുതരം പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ചെക്ക് പോസ്റ്റിൽ സ്ട്രിക്റ്റ് ആയ ചെക്കിംഗ് ആണ്. പ്ലാസ്റ്റിക് ബാൻ, സ്പീഡ് കൺട്രോൾ, നൈറ്റ് റെസ്ട്രിക്ഷൻ എല്ലാം ഉണ്ട്. ഇത് ഫോറസ്റ്റ് കൺസർവേഷന് കൂടിയാണ്. ഞാനിവിടെ
മലക്കപ്പാറ നേച്ചർ സഡൻലി മാജിക് ആവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫോഗ് കാണാം. 5 മിനിറ്റ് വരെ എടുക്കും ഇതൊന്ന് ക്ലിയർ ആവാൻ. അടുത്ത മൊമെന്റിൽ 0 വിസിബിലിറ്റി ആണ്. ഡ്രൈവിംഗ് ഇവിടെ വളരെയധികം ശ്രദ്ധാപൂർവം വേണം. വാൽപ്പാറ ബ്രിട്ടീഷ് കാലത്ത് ഡെവലപ്പ് ചെയ്ത ഒരു ടീ ടൗൺ ആണ് ഇവിടെ. ഇവിടെയുള്ള ജീവിതമെല്ലാം ടീ ഇൻഡസ്ട്രിയുമായി ചുറ്റിപ്പറ്റിയാണ്. ടീ ഫാക്ടറി വിസിറ്റ് ചെയ്താൽ പ്രോസസ്സിംഗ് മനസ്സിലാക്കാം. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു എക്സ്പെക്ടേഷൻ എന്നത് പ്രത്യേകിച്ച് പക്ഷികളെയും വൈൽഡ് ലൈഫും ആനയും ഒക്കെ കാണാമെന്നുള്ളതായിരുന്നു. പക്ഷെ ഓണസ്റ്റ്ലി പറഞ്ഞാൽ അതുപോലെയൊന്നും അധികം പ്രത്യേകിച്ച് കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്നാലും ഈ യാത്ര നമുക്ക് കൊടുത്ത ഒരു ഫീൽ ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ്. ഓരോ ടേണും ഓരോ വഴിയും ഫുൾ ത്രില്ലായിരുന്നു. ആക്ച്വലി ഈ ട്രിപ്പ് നമ്മളെ പഠിപ്പിച്ചത് എന്തെന്നാ, ഡെസ്റ്റിനേഷൻ അല്ല, ജേർണി തന്നെയാണ് മെയിൻ. ഈ ട്രിപ്പ് ഉണ്ടല്ലോ, ഇതൊരു പെർഫെക്റ്റ് കോംബോ ആണ്. നേച്ചർ, ടീ പ്ലാന്റേഷൻസ്, ഫോറസ്റ്റ്, ഗുഡ് ഫുഡ്, അതോടൊപ്പം പൊള്ളാച്ചി എത്തുമ്പോൾ ലാൻഡ്സ്കേപ്പ് തന്നെ മാറുന്ന ഒരു ഫീൽ, ഹിൽസിൽ നിന്നും പ്ലെയിൻസിലേക്കുള്ള ട്രാൻസിഷൻ, അത് ഒരുപാട് സ്പെഷ്യൽ ആണ്. ഒരു റോഡ് ട്രിപ്പ് ലവർ ആണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി മിസ് ചെയ്യാൻ പാടില്ല.